ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ താമ്രസർപ്പത്തെ ഉയർത്തിയ കാര്യമാണ് നാം ചിന്തിച്ചത്. തുടർന്ന് ഈ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ പല സ്ഥലങ്ങളിൽ പാളയമടിച്ചതിനെക്കുറിച്ച് വായിക്കുന്നു. അവിടെ വെച്ച് ഉണ്ടായ ചില സംഭവങ്ങളും എഴുതിയിരിക്കുന്നു. 21 അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ സംഖ്യാപുസ്തകത്തിൽ സംഭവങ്ങൾ വിവരിച്ചിരുന്നു, അതുപോലെ തന്നെ കൽപ്പനകളും കൊടുത്തിരുന്നു. എന്നാൽ അവിടെയൊന്നും ഇസ്രായേൽ മക്കൾ ഒരു പാട്ട് പാടിയതായി വായിക്കുന്നില്ല. എന്നാൽ 21 അധ്യായത്തിൽ ഈ അധ്യായത്തിലാണ് നമ്മൾ ചില കവിതാ ഭാഗങ്ങൾ കാണുന്നത്. ഉദാഹരണത്തിന് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും പിന്നീട് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പദ്യം ആദ്യമായി സംഖ്യാപുസ്തകത്തിൽ കാണുന്ന ഇവിടെയാണ്. ഇതിന് ശേഷം പദ്യരൂപത്തിൽ എഴുതിയ കുറേ ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബാലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബാലാം ശപിച്ചതും ബാലാം അനുഗ്രഹിച്ചതുമൊക്കെ പദ്യരൂപത്തിലാണ് എന്ന് കാണാം. എന്നാൽ ആദ്യം പദ്യഭാഗം വരുന്നത് 21 അധ്യായത്തിലാണ്. ഇസ്രായേൽ മക്കൾ ഓബാക്ക് എന്ന സ്ഥലത്ത് നിന്ന് അവിടെ പാളയമിറങ്ങി അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ അവർ യാത്ര ചെയ്ത് അർന്നോൻ തോടിനരികെ എത്തി എന്ന് വായിക്കുന്നു. ഈ അർന്നോൻ തോട് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. കാരണം ഈ തോടാണ് മോവാബ്യരുടെയും അമൂര്യരുടെയും അതിര്. നമുക്കറിയാം, മോവാബ്യരും അമൂര്യരും ലോത്തിൻ്റെ മക്കളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. 10ാം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ വരാൻ അവകാശമില്ലാത്തവരാണ്. എങ്കിലും അവരെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവരുടെ നാട്ടിൽ അവർ സ്വൈര്യമായി ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുമുണ്ട്. അവരെ തോൽപ്പിക്കുവാനോ ഇല്ലാതാക്കാനോ അവരുടെ സ്ഥലം കൈയടക്കാനോ ഒന്നും ഇസ്രായേൽ മക്കളെ ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല. നാം അത് വായിക്കുന്നതിന് മുൻപ് 14 മുതലുള്ള വാക്യങ്ങളിൽ അവർ കീഴടക്കിയ ദേശങ്ങളുടെ ചില കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. അത് പദ്യരൂപത്തിലാണ്. അതിൻ്റെ അർത്ഥം ഇത് വരും തലമുറ ഓർത്തിരിക്കുവാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് പദ്യരൂപത്തിൽ കാര്യങ്ങൾ പറയുന്നത്. അത് വായ്മൊഴിയായി ആളുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതങ്ങനെ അവർ ഓർത്തിരിക്കുന്നു. ഇനി ആ പദ്യഭാഗത്തിൻ്റെ അവസാനം ദൈവം അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ എന്ന് വായിക്കുന്നുണ്ട്. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാട്ട് പാടുവിൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും അവരുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ആദ്യമായി പാട്ട് പാടിയതിനെക്കുറിച്ച് വായിക്കുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ 38 വർഷങ്ങളായി അവർക്ക് പാട്ടൊന്നുമില്ലായിരുന്നു. ചെങ്കടൽ കടന്ന ഉടനെ അവർ പാടി, പക്ഷേ അതിനുശേഷം അവർക്ക് പാട്ടില്ലായിരുന്നു. കാരണം അവരുടെ അവിശ്വാസവും പിറുപിറുപ്പുമായിരുന്നു. എന്നാൽ പുതിയ തലമുറ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ പാട്ടുപാടി. മിസ്രൈമിൽ നിന്ന് പോന്ന ശേഷം ആദ്യമായിട്ടാണ് അവർ ഒരു ജലസ്രോതസ്സിനടുത്ത് താമസിക്കുന്നത്. അത് ഈ അർന്നോൻ താഴ്വരയിൽ ആയിരുന്നു. അവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടിനടുത്ത് അവർ പാർത്തു. പിന്നെ അവിടെ കിണറെ പൊങ്ങിവ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കിണർ ഒരു പക്ഷേ ദൈവം സൂപ്പർ നാച്ചുറലായി, സ്വാഭാവികമല്ലാത്ത നിലയിൽ അവർക്ക് വെള്ളം കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പാട്ട് പാടുവാനായിട്ട് അവരോട് പറയുന്നത്. അത് ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. ഇതുവരെ അത്ഭുതകരമായി ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. എന്നാൽ ഇപ്പോൾ കിണറിലൂടെയും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. പലപ്പോഴും ആളുകൾ
അത്ഭുത രോഗശാന്തിയെക്കുറിച്ചും അത്ഭുതകരമായ സ്പെക്ടാക്കുലറായിട്ടുള്ള അതിശയങ്ങളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവം നമുക്ക് വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നതും ആരോഗ്യം തരുന്നതും അത്ഭുതമാണ് എന്ന് കണക്കാക്കാറില്ല. അതും ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ പ്രോവിഡൻസ്, ദൈവത്തിൻ്റെ കരുതൽ, അത് അത്ഭുതമാണ്, അതിൽ കുറഞ്ഞ ഒന്നുമല്ല. അത് പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു കളയും. അവിടെ നിന്ന് ഇസ്രായേൽ മക്കൾ പിസ്ഗ മുകളിലേക്ക് യാത്ര ചെയ്തു എന്ന് വായിക്കുന്നു. ഇനി ഇതിന് ശേഷം നമ്മൾ 2 ജാതികളെക്കുറിച്ച് അല്ലെങ്കിൽ 2 രാജാക്കന്മാരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അമോര്യരുടെ രാജാവായ സീഹോൻ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദൈവത്തിന് അവരുടെ രാജ്യം കീഴടക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേറെ ദേശമാണ് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അമോര്യ രാജാവായ സീഹോൻ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വന്നു. ഇസ്രായേൽ മക്കൾ അവരോട് യുദ്ധത്തിന് പോയതല്ല, ഇവർ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വന്നതാണ്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ നമ്മോട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ അതിശയിക്കും. ചില ആളുകൾ നമ്മോട് പിണങ്ങുന്നത് എന്തിനാണ് എന്ന് നമ്മൾ അതിശയിക്കും. ദൈവം അത് അനുവദിക്കുന്നതാണ്. നമ്മളൊരു തെറ്റും ചെയ്തുകൊണ്ടായിരിക്കണമെന്നില്ല. ദൈവം ചിലരെ നമ്മളോട് ശത്രുത കാണിക്കുവാൻ അനുവദിക്കും. ഇവിടെ ഉണ്ടായത്, സീഹോൻ അങ്ങനെ ശത്രുത കാണിച്ചതുകൊണ്ട് സീഹോൻ്റെ രാജ്യം ഇസ്രായേൽ മക്കൾ കീഴടക്കാൻ ഇടയായി. അതുപോലെ തന്നെ ഈ അധ്യായത്തിൻ്റെ അവസാനം വേറൊരു രാജാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് ബാശാൻ രാജാവായ ഓഗാണ്. അയാളുടെയും രാജ്യം ആക്രമിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് പരിപാടിയില്ലായിരുന്നു. എന്നാൽ അയാൾ യുദ്ധത്തിന് വന്നു, അതുകൊണ്ട് അയാളോടും യുദ്ധം ചെയ്തു. അങ്ങനെ അവരുടെ രാജ്യവും ഇസ്രായേൽ മക്കൾ കീഴടക്കി. ഈ 2 രാജാക്കന്മാരെക്കുറിച്ചും 136 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആ സങ്കീർത്തനത്തിൽ അമോര്യ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും കീഴടക്കിയ കാര്യവും അവരുടെ ദേശത്തെ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്ത കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഒരു പാട്ടാണ്. അത് ഇസ്രായേൽ മക്കൾ ഓർത്തിരിക്കണം. ഇത് ഓർത്തിരുന്നില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അത് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ യിപ്താഹിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവിടെ അമോന്യർ ഇസ്രായേൽ മക്കളുടെ അവകാശമായിരുന്ന നാട് കീഴടക്കുവാൻ ശ്രമിച്ചപ്പോൾ യിപ്താഹ് അവരുടെ രാജാവിനോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മോട് വായിക്കുന്നുണ്ട്. അവിടെ യിപ്താഹ് പറയുന്നത്, കഴിഞ്ഞ 300 വർഷമായി ഞങ്ങളുടെ അവകാശത്തിൽ ഇരുന്ന ഈ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഞാനതിൻ്റെ ചുരുക്കം മാത്രമാണ് പറഞ്ഞത്, മുഴുവൻ വാക്യം ഞാൻ വായിച്ചില്ല, കാരണം അതിനുള്ള സമയമില്ലല്ലോ. 300 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ അധീനതയിൽ വെച്ചിരുന്ന ആ സ്ഥലത്തിൻ്റെ ചരിത്രം ഇസ്രായേലിലുള്ള പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. പരാക്രമശാലിയാണ് എങ്കിലും വേശ്യാപുത്രനായിരുന്ന യിപ്താഹിന് ആ ചരിത്രം അറിയാമായിരുന്നു. അത് അയാൾ കൃത്യമായി അമോര്യ രാജാവിനോട് പറയുന്നുമുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പണ്ട് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത് നമ്മൾ ഓർത്തിരിക്കണം. പലപ്പോഴും ആളുകൾ അവർ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നത്. അതിനു പകരം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദൈവം നമുക്ക് നൽകിയ അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് നാം ഓർത്തിരിക്കുകയും വേണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.